Hey everyone, welcome back. So, in this video, we will see the complete ornaments dress ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഒരു ഹൽദി മേക്കപ്പ് ലുക്കാണ്. സാധാരണ ഹൽദി മേക്കപ്പ് ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പലരും ചെയ്യാറ്. കുറേ പേരൊക്കെ പുറത്ത് പോയി ചെയ്യുന്നവരും ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ബട്ട് ഞാൻ ഐഷാഡോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഐഷാഡോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, അപ്പോൾ കൂടുതൽ ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹ സീരീസിൻ്റെ 3rd എപ്പിസോഡാണിത്. കഴിഞ്ഞ 2 എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസ് വരാനുണ്ട്. എപ്പിസോഡ്സ് ഫുള്ളായിട്ട് കാണുക. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ള അവിടെയും വരാം, മെസ്സേജൊക്കെ അയയ്ക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആമസോണാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വളരെ അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ പ്രോഡക്റ്റ്സ് ആണ്. ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ഒരു വള. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ മാലയും കമ്മലായിരുന്നു കേട്ടോ. ഇതിൽ ഇങ്ങനെ മുത്തൊക്കെ വന്നിട്ടുള്ള ഒരു മാങ് ടീക്കയും പിന്നെ കമ്മലും പിന്നെ ഒരു വള. ഇത് വള കോംപ്ലിമെൻ്ററി ഗിഫ്റ്റാണ്. ഭയങ്കര റേറ്റൊന്നുമില്ല. ഇത് 200 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഈ ഒരു കുർത്തിയും അതുപോലെ തന്നെയാണ്, വലിയ റേറ്റൊന്നുമില്ല. 800 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ടോണർ യൂസ് ചെയ്തു. ടോണർ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മോയ്സ്ചറൈസർ യൂസ് ചെയ്തത്. അതിനുശേഷം ഞാനിപ്പോൾ സ്മാഷ്ബോക്സിൻ്റെ പ്രൈമർ വാട്ടറാണ് യൂസ് ചെയ്തത്. നല്ലൊരു ഗ്ലോസി ലുക്ക് കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ. നിങ്ങൾക്ക് നല്ലൊരു ഡ്യൂയി ഫിനിഷ് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ. ഓക്കെ, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ട്രൈ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതും ഞാൻ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ മേബിലിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അത് അണ്ടർ ഏരിയയിലും നോസിലും നെറ്റിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ബ്രഷ് യൂസ് ചെയ്ത് തന്നെയാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മേബിലിൻ്റെ കോമ്പാക്റ്റ് അല്ല കേട്ടോ, ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. ലൂസ് പൗഡറാണ്. ഷെയ്ഡ് വന്നിട്ട് സൺ ബേജ് 310 ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വെച്ചിട്ട് സെയിം ബ്രഷ് യൂസ് ചെയ്ത് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഹൽദിക്ക് പോയിരിക്കുമ്പോൾ മുഖത്ത് ഇതൊക്കെ തേച്ചിട്ട് എന്തായാലും ഇളകി പോകും. അതിന് മുന്നേ ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ വരണമെങ്കിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഐബ്രോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് വന്നിട്ട് നമ്മുടെ വെറ്റൻ വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ് സംഭവം. ഈ കിറ്റിൽ തന്നെ നമുക്കൊരു കണ്ണാടിയൊക്കെ കിട്ടുന്നുണ്ടോ. ഞാൻ ഈ ഇടയ്ക്കാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. ഈ വെറ്റൻ വൈൽഡിൻ്റെ ഐബ്രോ കിറ്റിൽ അതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു മിററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം ഞാനിപ്പം ഐസ് ചെയ്യാനായിട്ട് ഒന്ന് കോൺടോറിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ക്രീസിൽ മേക്കപ്പ് ഐഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്ത് ഞാൻ കോൺടോർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് ഒന്ന് കോൺടോർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊരു കുറച്ച് വാം ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഓറഞ്ച് ഷെയ്ഡ് ഔട്ടർ വീൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര പണിയൊന്നുമല്ല, അത്യാവശ്യം ചേർന്ന് പോകുന്ന കളേഴ്സ് കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ ഓറഞ്ച് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ യെല്ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അത് ലിഡിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് യെല്ലോ അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൽദി എന്ന് പറയുമ്പോഴേ കംപ്ലീറ്റ് ഒരു ഓറഞ്ച് യെല്ലോ കളർ മിക്സ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇന്നർ കോർണറിൽ നമ്മൾ ഒരു ഷിമ്മറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡ് ടോണിൽ നമ്മുടെ ഡ്രസ്സിലൊരു ഗോൾഡ് ഫ്ലവേഴ്സൊക്കെ വരുന്ന രീതിയിലാണ് ഡിസൈൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് യെല്ലോ ടിഞ്ച് വരുന്ന ഒരു gold color shimmery shade eduthu
ഔട്ടർ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കൂ. ഇനി നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുകയാണ്. ഇത് കളർ ബാറിൻ്റെ കാജലാണ്. അത് ലോവർ ലാഷ് ലൈനിലും അപ്പർ ലാഷ് ലൈനിലും ഒക്കെ വരച്ചെടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഐ ലൈനറാണ്. ഇത് വന്നിട്ട് വാട്ടർ പ്രൂഫ് ഐ ലൈനറാണ് കേട്ടോ. നൈക്ക എന്നുള്ള ഐ ലൈനറാണ്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഐ ലൈനേഴ്സ് നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നന്നായിട്ട് തന്നെ നമുക്ക് വിങ്ഡ് ഐ ലൈനറൊക്കെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഐസ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. മസ്കാരയും വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൽദിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം കൺപീലിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ബ്ലഷ് യൂസ് ചെയ്യണം. ബ്ലഷ് വന്നിട്ട് ഒരു ക്രീം ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ക്രീം ബ്ലഷാണ്. കറണ്ട് ഫേവറേറ്റ് ബ്ലഷാണ്. നിങ്ങൾക്കൊരു നല്ലൊരു പിങ്ക്, നമ്മളെ ചുമന്ന തുടുത്ത കവിളുകൾ എന്ന് പറയുന്നില്ലേ, ആ ഒരു ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അടിപൊളി പ്രോഡക്റ്റാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ നൈക്കയിൽ നിന്ന് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് നമ്മുടെ മദ്രാസ് കാപ്പി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അടിപൊളി ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അതും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഞാൻ പൊട്ടൊന്നും വെക്കുന്നില്ല. ഓക്കെ, എനിക്കിനി മാലയും കമ്മലും ഒക്കെ ഇടണം. മാലയില്ല, മാങ് ടീക്കയും കമ്മലും. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. എൻ്റെ കല്യാണത്തിന് ഹൽദി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം ഇപ്പോൾ തീർന്നു. ഹൽദി ഇല്ലായിരുന്നു, ജസ്റ്റ് കല്യാണം റിസപ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹൽദി മെഹന്തി അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു. എന്തായാലും ഹൽദി എന്നുള്ളൊരു ആഗ്രഹം ഇവിടെ തീർന്നു. ബട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബട്ട് കുഴപ്പമില്ല, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.